ഞാനില്ലേ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സീനിയർ ലാബ് ടെക്നീഷ്യനായി പെൻഷൻ പറ്റിയതാ കഴിഞ്ഞ 2025. അപ്പൊ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടൊക്കെയാണ് പോയിരുന്നതേ. BSc ബോട്ടണി കഴിഞ്ഞിട്ടാണ് ഞാൻ MLT പഠിക്കാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോയത്. അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ ഞങ്ങളുടെ കൂടെയുള്ള പിള്ളേരൊക്കെ ഡിഗ്രി കഴിഞ്ഞ പിള്ളേരായിരുന്നു എല്ലാവരും തന്നെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനൊക്കെ പറ്റി. അപ്പൊ ഈ പഠിക്കാത്ത പിള്ളേര്, ഈ ഡിഗ്രി കഴിഞ്ഞ പിള്ളേര് ഇനി എല്ലാവരും PG എടുക്കണം, അപ്പൊ MA സോഷ്യോളജി എടുത്താൽ നല്ലതാണ് അന്നും പറഞ്ഞ് 2-3 പേര് പഠിച്ചായിരുന്നു ആ ടൈമിലൊക്കെ. അപ്പൊ എനിക്കൊന്നും പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഠിച്ചില്ല. പിന്നെ അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് കൊച്ചിന് ഒരു 2.5 വയസ്സായപ്പോഴത്തേനും ഞാൻ പഠിക്കാനായിട്ട് പൈസ, അത് MG യൂണിവേഴ്സിറ്റിയിലായിരുന്നു, പൈസയൊക്കെ അടച്ച് ആപ്ലിക്കേഷനൊക്കെ കൊടുത്തതാ. പിന്നെ ഈ കൊച്ചിന് ഒരേ അസുഖങ്ങളൊക്കെ വന്നപ്പോഴത്തേനും എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. ഹസ്ബൻഡ് പറഞ്ഞ് പഠിച്ചോ എന്ന് പറഞ്ഞാലും നമുക്ക് എല്ലാ സാഹചര്യവും വന്നാലല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പഠിച്ചില്ല. അപ്പൊ എന്റെ മനസ്സിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ പഠിച്ച് MA സോഷ്യോളജി പഠിച്ചിട്ടുണ്ടായി. 3-4 പിള്ളേര് പഠിച്ചായിരുന്നു. ഞങ്ങൾ 12 ലേഡീസ് ഉണ്ടായിരുന്നതിൽ 3-4 പേര് പഠിച്ചിട്ടുണ്ടായി. അതൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് തന്നെ. ഫോണൊന്നും ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ളവരുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഈ ജോലിക്കും പോവും, വീട് നോക്കി നടന്ന് അങ്ങനെ അങ്ങ് നടന്നു. പിന്നെ ഞാൻ ഈ ബോട്ടണിയൊക്കെ പഠിച്ചത് 86-89 അത് കഴിഞ്ഞ് 89 ഞാൻ ഡിഗ്രി കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് പ്രൊഫഷണലായിട്ട് MLT പഠിക്കാനൊക്കെ കിട്ടിയത്. അതോടുകൂടി എനിക്കൊരു 10 വർഷം ഞാൻ പ്രൈവറ്റിൽ ജോലി ചെയ്തിട്ട് പിന്നെ PSC ആയിരുന്നു. ആ PSC ആയിരുന്ന അവിടെ നിന്നാണ് ഞാൻ സീനിയർ ലാബ് ടെക്നീഷ്യനായിട്ട് പെൻഷനായത്. അപ്പോഴും പഠിക്കണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി. ഹസ്ബൻഡും പറയണം നീ പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പഠിക്കാത്തതെന്നൊക്കെ ചോദിച്ച്. അങ്ങനെ അതുകൊണ്ട് തന്നെയാ പഠിക്കുന്നത് നല്ലതാണല്ലോ. ഇപ്പൊ ഈ വയസ്സായിട്ട് പഠിച്ചു എന്ന് വിചാരിച്ചാൽ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഏജ് ആയതുകൊണ്ട് ഇപ്പൊ എന്റെ ജോലിക്ക് എനിക്ക് വീട്ടിലിരിക്കണമെന്ന് ഇഷ്ടമല്ല. എനിക്ക് ജോലിക്ക് പോകണം, പഠിക്കണം, ആ ആഗ്രഹം ഇപ്പോഴും ഇത്രയും വയസ്സായെങ്കിൽ പോലെ. അപ്പൊ ഹസ്ബൻഡും ചോദിക്കണം പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പഠിക്കാത്ത, ഇപ്പൊ പഠിക്കാലോ എന്ന് വിചാരിച്ച്. അപ്പൊ ഞാനും ഓർത്തു പഠിക്കണം നല്ലതല്ലേ. തന്നെയല്ല മിസ്സേ, ഞാൻ ഈ പെൻഷൻ ആവാൻ ഒരു 6 മാസം ഉള്ളപ്പോഴത്തേനും ലാബ് ടെക്നീഷ്യന്മാര് MA സോഷ്യോളജി പഠിച്ചിട്ടുള്ളവരുടെ ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞ് ഗവൺമെന്റിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായി. അപ്പോഴാണ് എനിക്ക് പഠിക്കാത്തതിന്റെ ഭയങ്കര വിഷമം വന്നത്. ഇനി പെൻഷൻ ആയാലും വേണ്ടില്ല, ഞാൻ പഠിച്ചിട്ടേ ഉള്ളൂ എന്ന് അന്നേ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇപ്പൊ MG യൂണിവേഴ്സിറ്റി ഒന്നും കാണാനില്ല. അപ്പൊ ഇഗ്നോ എല്ലാവരും കൂട്ടുകാരൊക്കെ പറഞ്ഞ് ഇഗ്നോ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതിൻ്റെ അതൊക്കെ പഠിപ്പിക്കുന്നു പറഞ്ഞ് അങ്ങനെ രജിസ്റ്റർ ചെയ്ത്. അപ്പൊ ഒരു 6 മാസമായിട്ട് എനിക്ക് ശരിയായി കിട്ടിയില്ലായിരുന്നു. പിന്നെയാണ് ഇപ്പൊ ഈ ലേൺ വൈസ് ഒക്കെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ലേൺ വൈസ് ഒക്കെ ഒത്തിരി നല്ലതല്ലേ, ആ പഠിപ്പിക്കുന്ന പിള്ളേരൊക്കെ നല്ലോണം പറഞ്ഞു തരും. പിന്നെ ലൈഫ് ഗോൾ എന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഗോളൊന്നും ഇല്ല, എന്നാലും ഉണ്ട് കേട്ടോ. ഞാൻ പഠിക്കുന്നത് നല്ലതാണല്ലോ. തന്നെയല്ല നമ്മളിപ്പോൾ ഏജ് ആയി കഴിഞ്ഞാലും അൽഷിമേഴ്സ് ഒക്കെ വരാതിരിക്കില്ല നമ്മളെപ്പോഴും ബ്രെയിൻ വർക്ക് ചെയ്തോണ്ടിരുന്നാല്. അതും തന്നെയല്ലേ കൊച്ചുങ്ങൾക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് ചെറിയ പേരക്കുട്ടികളുണ്ടായി അവർക്കൊക്കെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനും അവരെ നല്ല രീതിയിലൊക്കെ കൊണ്ട് നടക്കാനൊക്കെ പറ്റൂലോ എന്നൊക്കെയാണ് ഇപ്പൊ എൻ്റെ ഗോൾ എന്ന് പറയുന്നത്. എന്നാലും എന്തെങ്കിലും കിട്ടുവാണെങ്കിലൊക്കെ പോകാം, പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ അന്നൊക്കെ വിചാരിച്ചിരിക്കണം. അതാണ് എൻ്റെ ലൈഫ്. വീട്ടിലാണെങ്കിൽ ഹസ്ബൻഡ് 2 പിള്ളേരുണ്ട്. മൂത്തവൻ ഒരു ആൺകുട്ടി, ഇളയതൊരു പെൺകൊച്ച്. മൂത്ത കൊച്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ബയോമെഡിക്കൽ എഞ്ചിനീയറിങ് പഠിക്കാനായിട്ട് ജർമ്മനിക്ക് പോയേക്കണേ. അപ്പൊ പഠിത്തമൊക്കെ കഴിഞ്ഞിപ്പോൾ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കണ. പെൺകൊച്ചാണെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ 3-ാമത്തെ വർഷം പഠിക്കണം. ഹസ്ബൻഡുണ്ട്, പിന്നെ ഹസ്ബൻഡിന് കോൺട്രാക്ട് വർക്ക് ഒക്കെയാണ്. പിന്നെ വയസ്സായ അമ്മയുണ്ട്. അമ്മേനെ നോക്കലാണ് എൻ്റെ മെയിൻ പണി. ഇപ്പൊ പെൻഷനായി വീട്ടിലിരുന്നപ്പോ എൻ്റെ മെയിൻ പണി വീട് നോക്കല്, പിന്നെ അമ്മേനെ വയസ്സായ 95 വയസ്സുണ്ട് അമ്മയ്ക്ക്, അമ്മേനെ നോട്ടം, പിന്നെ എൻ്റെ പഠിത്തം. അങ്ങനെ ഞാൻ സന്തോഷമായിട്ട് പോണു, കുഴപ്പമില്ലാതെ.